സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശാലോം പ്രേക്ഷകരെ, എൽറോവിഷൻ്റെ മന്ന എന്ന ഈ എപ്പിസോഡ് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ മുൻപിലേക്ക് സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹമെന്ന വലിയ വിഷയമായിട്ടാണ് ഈ നിമിഷം ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമുണ്ട്: ശിക്ഷിക്കുന്ന ഒരു ദൈവം, നശിപ്പിക്കുന്ന ഒരു ദൈവം. ജീവിതത്തിൽ കഷ്ടപ്പാടും സഹനങ്ങളും വരുമ്പോൾ അതൊക്കെ ദൈവശിക്ഷയാണ് എന്നേറ്റു പറയുന്ന ഒരുപാട് വ്യക്തി ജീവിതങ്ങളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ജോബിനെ പോലെ ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് പറയാനുള്ള വലിയൊരു കാഴ്ചപ്പാട് അവരുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയി. അങ്ങനെ ഒരു ദൈവമാണോ ബൈബിളിലേത്? ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ സ്നേഹം മാത്രമായ ഒരു ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. ആദിമാതാപിതാക്കൾ പാപം ചെയ്ത് അകന്നു പോയപ്പോഴും അവർ മരത്തിൻ്റെ പിറകിൽ ഒളിച്ചപ്പോഴും തോലുകൊണ്ട് ഉടയാട ഉണ്ടാക്കി കൊടുത്ത ഒരു ദൈവമാണ്. സഹോദരനെ കൊന്ന കായേൻ അവൻ നിലവിളിച്ചു, ഇനി മനുഷ്യരെന്നെ കാണുമ്പോൾ എന്നെ അവർ കല്ലെറിഞ്ഞു കൊല്ലും. ദൈവമായ കർത്താവ് പറഞ്ഞു, ഇല്ല, ഞാൻ നിൻ്റെ മേലൊരു അടയാളം വയ്ക്കും. ഒരാളെയും വെറുക്കാത്ത, ഒരാളെയും ശിക്ഷിക്കാത്ത ഒരു ദൈവമാണ്. തനിക്കെതിരെ പിറുപിറുക്കുകയും നിലവിളിക്കുകയും ചെയ്ത ജനം, ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ മോചിപ്പിച്ച ഒരു ദൈവമുണ്ട്. പോയ വഴിയിലൊക്കെ അവർക്ക് മന്നയായും കാടപ്പക്ഷിയായും മാറായിൽ മധുരമായ വെള്ളമായും ഒക്കെ കൂടെ നിന്ന ഒരു ദൈവം, സ്നേഹിക്കുന്ന ഒരു ദൈവം. പക്ഷെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്: ശിക്ഷിക്കുന്ന ഒരു ദൈവം. ഒരിക്കലൊരു വ്യക്തിയെ കണ്ടു. അദ്ദേഹത്തിൻ്റെ കാല്, മുട്ടിന് താഴെ ഒരു കാല് മുറിച്ചു കളഞ്ഞു. സത്യത്തിൽ അദ്ദേഹം ഭയങ്കരമായ പുകവലിക്ക് അടിമയായിരുന്നു. പുകവലിച്ചു കൂട്ടി നിക്കോട്ടിൻ കാലിലടിഞ്ഞ് കാലിലെ ഞരമ്പുകളിൽ രക്തഓട്ടം നിലച്ച് കാല് മുറിച്ചു കളയേണ്ടതായ അവസ്ഥ വന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: ദൈവം ശിക്ഷിച്ചതാണ് എന്ന് പറഞ്ഞു. സത്യത്തിൽ ഇത് ദൈവശിക്ഷയാണോ? അവൻ ചെയ്ത പാപത്തിൻ്റെ ഫലം അവൻ അനുഭവിച്ചു. അങ്ങനെ ശിക്ഷിക്കുന്നൊരു ദൈവമാണോ നമ്മൾ കാണുക? എത്രമാത്രം സ്നേഹം! നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കാൻ നമുക്കറിയാം. ശരിക്കും നമ്മളെയൊക്കെ തൂക്കി നോക്കിയാൽ എന്നേ നമ്മളൊക്കെ ഈ ലോകം വിട്ടു പോകേണ്ടവരാണ്. അത്രമാത്രം പാപവും തിന്മയും നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നിട്ടും ഒരു വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് പിതാവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെക്കാൾ എത്രയോ വിശുദ്ധർ ഈ ലോകം വിട്ടു പോയി. എന്നിട്ടും നമ്മളെ പരിപാലിച്ച ഒരു ദൈവം, സ്നേഹം മാത്രമായ ദൈവം.
നമ്മൾ പോയ വഴിയോരങ്ങളിലൊക്കെ നമ്മളെ കാത്തു നിന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ ആ ദൈവസ്നേഹത്തിലേക്ക് നിമിഷമൊന്ന് കടന്നു പോവുകയാണ്. ഒത്തിരി പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഈ ദൈവം എന്നെ ശിക്ഷിക്കുന്ന ഒരു ദൈവമാണോ, അതോ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണോ? നമ്മൾ ഈ ഗാനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ആ സ്നേഹമൊന്ന് അനുഭവിച്ച് നമുക്ക് കടന്നു പോകാം. വഴിയോര കണ്ണുമായി കാത്തു നിന്നിടുന്ന വാത്സല്യവാരിധി എൻ ദൈവം, വഴിവിട്ടകന്നൊരാ പാപിയെ തേടി വരുവോളം കാക്കുന്ന സ്നേഹം. വഴിയോര കണ്ണുമായി കാത്തു നിന്നിടുന്ന വാത്സല്യവാരിധി എൻ ദൈവം, വഴിവിട്ടകന്നൊരാ പാപിയെ തേടി വരുവോളം കാക്കുന്ന സ്നേഹം. ബൈബിളിൽ നമ്മൾ കാണുന്നു, നട്ടുച്ച നേരത്തെ പൊരിവേലിൽ ഒരാളെ മാനസാന്തരപ്പെടുത്താൻ കിണറ്റുകരയിൽ നിൽക്കുന്ന ഒരു ദൈവം. കല്ലെറിഞ്ഞ് ഈ ലോകം മുഴുവൻ കൊല്ലാൻ ഒരു പാവം പെണ്ണിനെ ഓടിച്ചപ്പോൾ അവിടെ അവളെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. വേണമെങ്കിൽ ശിക്ഷിക്കാമായിരുന്നു അവളെ, കാരണം അവൾ പാപം ചെയ്തവളായിരുന്നു. പക്ഷേ ഈശോ തമ്പുരാൻ അങ്ങനെയല്ല ചെയ്തത്. ഇനിമേൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒത്തിരി സ്നേഹത്തോടെ, അവൾ ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു വലിയ സ്നേഹം കൊടുത്ത് മടക്കി അയച്ച ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ശിക്ഷയെന്ന് പറഞ്ഞാൽ അത് ഏത് അർത്ഥത്തിലാണ് നമ്മൾ കാണുക പ്രിയമുള്ളവരെ? കാരണം ഈ ദൈവത്തിന് സ്നേഹിക്കാനേ അറിയൂ. നീ എത്ര വലിയ പാപിയാണെങ്കിലും തിന്മയുള്ളവനാണെങ്കിലും സ്നേഹം കൊണ്ട് നിന്നെ മൂടുന്ന ഒരു ദൈവമാണ്. കല്ലെറിഞ്ഞ് നമ്മളെ കൊല്ലാൻ അനേകർ ഒരുങ്ങുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ പൊരിവയിൽ നമ്മൾ പൊരിയുമ്പോൾ ഒത്തിരി സ്നേഹമായിട്ട് കടന്നു വരുന്ന ഒരു ദൈവം. ആ ദൈവത്തോട് നമുക്കൊന്ന് ചേർന്ന് നിൽക്കാം, അവിടുത്തെ സ്നേഹമൊന്ന് അനുഭവിക്കാം. എൻ്റെ ജീവിതത്തിൽ എത്രയോ തലങ്ങളിൽ എൻ്റെ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്, എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അതൊക്കെ എൻ്റെ കഴിവ് കൊണ്ടാണോ? ഈ നിമിഷം ഒന്ന് ചിന്തിച്ച് ആ സ്നേഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈരടികളിലൂടെ കടന്നു പോകാം പ്രിയമുള്ളവരെ. നട്ടുച്ച നേരത്താ കിണറിൻ്റെ കരയിൽ കാത്തു നിന്നിടുന്ന സ്നേഹം. നട്ടുച്ച നേരത്താ കിണറിൻ്റെ കരയിൽ കാത്തു നിന്നിടുന്ന സ്നേഹം. കല്ലെറിഞ്ഞീ ലോകം കൊല്ലുവാനണയുമ്പോൾ കൈനീട്ടിയെത്തുന്ന സ്നേഹം. കല്ലെറിഞ്ഞീ ലോകം കൊല്ലുവാനണയുമ്പോൾ കൈനീട്ടിയെത്തുന്ന സ്നേഹം. വഴിയോര കണ്ണുമായി കാത്തു നിന്നിടുന്ന വാത്സല്യവാരിധി എൻ ദൈവം, വഴിവിട്ടകന്നൊരാ പാപിയെ തേടി വരുവോളം കാക്കുന്ന സ്നേഹം. ഈശോ പോകുന്ന വഴിയിൽ ഈശോ ഒന്ന് കാണാൻ വേണ്ടി വെറുതെ മരത്തിൽ കയറിയതാണ് സക്കവോസ്. ചുങ്കക്കാരനായിരുന്നു. വേണമെങ്കിൽ അവനെ കടന്ന് കർത്താവിന് പോകാമായിരുന്നു. പക്ഷെ അവനോടും സ്നേഹം കാട്ടിയ ഒരു ദൈവമുണ്ട്. ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് പറഞ്ഞു, സക്കവോസ്, ഇന്ന് ഞാൻ നിൻ്റെ വീട്ടിലാണ് ആഹാരം. അത്രമാത്രം അവനെ സ്നേഹിക്കാൻ മാത്രം കഴിവുള്ള ഒരു ദൈവം. ബെത്സേദാ കുളക്കടവിൽ തകർന്നു കിടന്നവനെ സ്നേഹിക്കാൻ മാത്രം കഴിവുണ്ടായിരുന്ന ഒരു ദൈവം. അവനെ വെള്ളത്തിലിറക്കി ഒന്ന് സുഖപ്പെടുത്താൻ ആരുമില്ലാത്ത ഒരവസ്ഥ. തമ്പുരാൻ കടന്നിയെന്ന് പറഞ്ഞു, നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പൊയ്ക്കൊള്ളുക. അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്.
പലപ്പോഴും പലരും പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചകളും ദൈവശിക്ഷയാണെന്ന് പറഞ്ഞ് ഏറ്റുവാങ്ങിയാണ്. ഈശോ പറഞ്ഞാൽ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യും, ഒരപ്പൻ മകനോടെന്നതുപോലെ. അതൊരു ശിക്ഷയല്ല. അപ്പൻ ഒരുപാട് മകനോട് സ്നേഹമുള്ളത് കൊണ്ടാണ്. മക്കൾ നന്നായി പോകണം, മക്കൾ നല്ല വഴിക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന അപ്പൻ മക്കളെ ശാസിക്കും. അതൊരപ്പൻ്റെ കടമയാണ്. അതൊരു ശിക്ഷയായിട്ട് നമ്മൾ കാണുമ്പോൾ ഒരിക്കലും നമുക്ക് ആ സ്നേഹം അനുഭവിക്കാൻ കഴിയില്ല. സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ ഓടിക്കയറുന്ന അവസ്ഥയിൽ അവിടെ പോലും നിന്നെ തേടി വരുന്ന ഒരു ദൈവമുണ്ട്. ഒരിക്കലും സക്കബൂസ് പ്രതീക്ഷിച്ചില്ല കർത്താവ് തൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരും. അവൻ്റെ ജീവിതത്തിൽ വലിയ മാനസാന്തരം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, തളർവാദ രോഗിയും പിന്നീട് കർത്താവിനെ പ്രഘോഷിച്ചുവെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കണം. കാരണം അവൻ്റെ ജീവിതത്തിൽ മഹത്തായ അത്ഭുതം ചെയ്തവനാ കർത്താവ്, അത്രമാത്രം സ്നേഹം ചെയ്തവനാ കർത്താവ്. ഒരാളും കടന്നില്ലാത്ത സ്ഥലത്ത് കടന്നു എന്ന് അവനെ സുഖപ്പെടുത്തിയ കർത്താവ്. പ്രിയമുള്ളവരെ, ഈ സമയങ്ങളിൽ നിങ്ങളുടെ വേദനകളിലാകാം, ദുഃഖങ്ങളിലാകാം, അതൊക്കെ ദൈവസ്നേഹത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവമേ ഇതിനൊക്കെ നന്ദി എന്ന് പറയാനുള്ള വലിയ കൃപയുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളും ആ വലിയ സൗഖ്യത്തിലേക്കും സ്നേഹത്തിലേക്കും കടന്നു പോകും. നമുക്ക് ഈ വരികളിലൂടെ കടന്നുപോയി ആ ദൈവത്തിൻ്റെ സ്നേഹം ഒന്നുകൂടി ഒന്ന് അനുഭവിക്കാം. സിക്കമൂർ മരത്തിലെ ചില്ലകൾക്കിടയിൽ നിന്നെ കാണുന്നൊരാ സ്നേഹം, സിക്കമൂർ മരത്തിലെ ചില്ലകൾക്കിടയിൽ നിന്നെ കാണുന്നൊരാ സ്നേഹം, സദാ കുളക്കരെ തളർന്ന നിനക്കേവം ബലമേകാനണയുന്ന സ്നേഹം, സദാ കുളക്കരെ തളർന്ന നിനക്കേവം ബലമേകാനണയുന്ന സ്നേഹം, വഴിയോര കണ്ണുമായി കാത്തു നിന്നിടുന്ന വാത്സല്യവാരിധി എൻ ദൈവം, വഴിവിട്ടകന്നൊരാ പാപിയെ തേടി വരുവോളം കാക്കുന്ന സ്നേഹം, വഴിയോര കണ്ണുമായി കാത്തു നിന്നിടുന്ന വാത്സല്യവാരിധി എൻ ദൈവം, വഴിവിട്ടകന്നൊരാ പാപിയെ തേടി വരുവോളം കാക്കുന്ന സ്നേഹം, വരുവോളം കാക്കുന്ന സ്നേഹം, വരുവോളം കാക്കുന്ന സ്നേഹം. പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരുപാട് പ്രാവശ്യം കേൾക്കുകയും പലരിലൂടെയും പലതലത്തിൽ അർത്ഥങ്ങൾ മനസ്സിലാക്കുകയും ചെയ്ത ധൂർത്തപുത്രനെ നമ്മൾ കാണാറുണ്ട്. പ്രിയമുള്ളവർ, ഒരു പിതാവിൻ്റെ അനന്തമായ സ്നേഹം അവിടെ നമ്മൾ കാണുകയാണ്. എല്ലാം വാങ്ങി മകൻ ധൂർത്തനായി എല്ലാം അടിച്ചു പൊള്ളിച്ച് ജീവിച്ചിട്ടും എന്നും മകനെ നോക്കി നിൽക്കുന്ന ഒരു പിതാവ്. കാരണം അത്രമാത്രം മകനെ സ്നേഹിച്ച പിതാവ് ഒരു ദിവസം എല്ലാം വാങ്ങി തൻ്റെ വീട് വിട്ടിറങ്ങി പോകുമ്പോൾ ഒത്തിരി വേദനയോടെ മകനെ നോക്കി നിൽക്കുന്ന ഒരു പിതാവിനെ നമ്മൾ കാണുന്നുണ്ട്. സ്നേഹം ദൂർത്തടിക്കുന്ന ഒരു പിതാവെന്ന് പലരും പറയും. ഒത്തിരി സ്നേഹത്തോടെ എല്ലാ ദിവസങ്ങളും, ഒരുപക്ഷെ 1 വർഷമാവാം, 2 വർഷമാവാം, മകനെ നോക്കി എന്നും കാത്തു നിൽക്കുന്ന ഒരു പിതാവ്. ഒരിക്കൽ ഞാനൊരു എഡിറ്റോറിയൽ വായിച്ചു. നമ്മളൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഗ്രഹാം സ്റ്റെയിൻസിനെ, അദ്ദേഹത്തിനെയും കുഞ്ഞിനെയും വധിച്ച കഥ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി ഒരിക്കൽ ഒരു മാസികയിൽ എഴുതിയതാണ്. ഇവർ മരിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് ഈ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരൊരു സ്വരം കേട്ടു. നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ എനിക്ക് തരുമോ? ദൈവസ്വരം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ സ്വരമാണ്. അവർ പറഞ്ഞു, കർത്താവേ, ഞാൻ തരാം. 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും കർത്താവ് ഒരിക്കൽ കൂടി ആ ചോദ്യം, മകളെ, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ നീ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. അപ്പോഴും അവർക്ക് കാര്യം മനസ്സിലായില്ല. പക്ഷെ വിശ്വാസത്തിലും ദൈവസ്നേഹത്തിലും ജ്വലിച്ചു നിന്ന ആ സ്ത്രീ പറഞ്ഞു,
തരാം കർത്താവേ എന്ന് പറഞ്ഞു. വീണ്ടും കർത്താവ് ഒരിക്കൽ കൂടി ഉറപ്പിക്കാൻ മൂന്നാമത് കൂടി ചോദിച്ചു. മകളെ, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടതിനെ നീ എനിക്ക് തരുമോ എന്ന് ചോദിച്ചു. പിന്നീട് ആ സഹോദരി എഴുതിയിരിക്കുന്ന വരികൾ വായിച്ചാൽ നമ്മുടെ കണ്ണും നിറയും. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ഭർത്താവിനെയും മകനെയാണ് കർത്താവ് ചോദിച്ചതെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നീട് അവരെഴുതിയിരിക്കുന്നു, അന്ന് ആരൊക്കെ അവരെ തെറ്റിദ്ധരിക്കുകയും അവർക്കെതിരെ കുറ്റാരോപണങ്ങൾ നടത്തുകയും ചെയ്തു, അവരാണ് ഇന്ന് ആ മക്കളെ സഹായിക്കുന്നത്, കുഷ്ഠരോഗ ആശുപത്രി പണിയാനും മറ്റെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി. പക്ഷെ ഒരിക്കലും ജീവിത പങ്കാളിയെയും കുഞ്ഞിനെയും ദൈവം എടുത്തു എന്ന് പറഞ്ഞ് അവർ അവരുടെ ശുശ്രൂഷയിൽ നിന്ന് മടങ്ങിപ്പോയില്ല. വീണ്ടും ദൈവത്തോട് ചേർന്ന് നിന്നു. അവരെഴുതിയിരുന്ന ആ മാഗസനിൽ അവരെഴുതിയ കാര്യം ഇതാണ്: അവരെ ആരൊക്കെ എതിർത്തോ, ആരൊക്കെ അവർക്കെതിരായി നിന്നോ, ഇന്ന് അവരവരെ സഹായിക്കുകയും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇതിന് ദൈവശിക്ഷ എന്ന് നമ്മൾ പലപ്പോഴും പറയും. പക്ഷെ അതെല്ലാം ദൈവസ്നേഹമായിട്ട് കാണാൻ കഴിയുന്ന അവരോട് നമുക്കൊന്ന് ചേർന്ന് നിൽക്കാൻ നിമിഷം. ജോബിൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം, ജോബ് ഒരു തെറ്റും ചെയ്തിട്ടല്ല. പക്ഷെ ജീവിതത്തിൽ മക്കളും സ്വത്തും എല്ലാം നഷ്ടപ്പെട്ടു ജോബിന്. അവസാനം രോഗവും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമായി. ജീവിത പങ്കാളി പറഞ്ഞു, നിനക്ക് നാണമില്ലേ ഈ ദൈവത്തെ വിട്ടിട്ട് വേറെന്തെങ്കിലും പണി നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ജോബ് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ നഗ്നനായി വന്നു, നഗ്നനായി മടങ്ങിപ്പോകും. പക്ഷെ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് എനിക്ക് ജീവിതത്തിൽ ഒന്നും വേണ്ട. അത് ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു മുഖമാണ് പ്രിയമുള്ളവരെ. പലപ്പോഴും നമ്മൾ പലരിൽ കേൾക്കുന്നത് ചെറിയ പ്രശ്നങ്ങൾ പോലും ദൈവത്തിൻ്റെ ശിക്ഷയായിട്ടാണ് എല്ലാവരും കാണുക. അങ്ങനെ ശിക്ഷിക്കുന്ന ഒരു ദൈവമാണോ? അങ്ങനെയായിരുന്നെങ്കിൽ ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ അപ്പന് ചോദിക്കാമായിരുന്നു, നീ വേശ്യകളുമായി പണം ചെലവഴിച്ചില്ലേ, എൻ്റെ സ്വത്തെല്ലാം കൊണ്ട് മുടിപ്പിച്ചില്ലേ, ഇറങ്ങിപ്പോടാ എന്ന് പറയാമായിരുന്നു. പക്ഷേ വചനം പറയുന്നത് പിതാവ് ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിച്ചു എന്നാണ്. അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു അപ്പൻ ഏത് പാപാവസ്ഥയിലും ഏത് അവസ്ഥയിലും നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ദൈവം. ആ ഒരു അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവത്തിൻ്റെ സ്നേഹം എന്താണ്. നല്ല ഉടുപ്പിടിച്ച്, നല്ല മോതിരമണിയിച്ച്, നല്ല ആഹാരം കൊടുക്കുന്ന ഒരു ദൈവം. ഇങ്ങനൊരു ദൈവത്തെ നമുക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? പ്രതിസന്ധികൾ വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതല്ല, കൂടുതൽ ചേർന്ന് നിൽക്കുന്നതാണ്. അതാണ് യഥാർത്ഥ ദൈവസ്നേഹം. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ കൂടുതൽ വെട്ടി ഒരുക്കി മെനുക്കിയെടുക്കും. അതെൻ്റെ സ്നേഹമാണ്. കാരണം നിങ്ങൾ ഒരുപാട് ഫലം കായ്ക്കണം, നിങ്ങൾ എനിക്ക് വേണ്ടി ജീവിക്കണം എൻ്റെ മക്കളായിട്ട്. അതൊരപ്പൻ്റെ ആഗ്രഹമാണ്. ഏത് അപ്പനും ആഗ്രഹിക്കും മക്കൾ നന്നായി വരണം, നല്ലതായി പോകണമെന്ന്. ആ ഒരപ്പൻ്റെ സ്നേഹം നമ്മളോട് കാണുന്നുണ്ട് ഈ ധൂർത്തപുത്രനിൽ. അവൻ ഓടിച്ചെന്ന് പറഞ്ഞു, പിതാവേ, ഞാൻ അങ്ങയോടും സ്വർഗത്തോടും പാപം ചെയ്തു പോയി, ദാസനെന്നോ മകനെന്നോ വിളിക്കാനുള്ള യോഗ്യത എനിക്കില്ല. അപ്പൻ കെട്ടിപ്പിടിച്ചു ആ മകനെ. ആ മകനെ അപ്പനെ ചേർത്ത് അപ്പനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പാ, ഞാൻ ഒത്തിരി തെറ്റ് ചെയ്തു പോയി അപ്പാ. എന്നിട്ടും ആ മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. ധൂർത്തനായ പുത്രനെ മാറോട് ചേർത്ത് പിടിച്ച് തൻ്റെ സ്നേഹം മുഴുവൻ വാരിക്കോരി കൊടുക്കുന്ന ഒരു പിതാവ്. ധൂർത്തനായ പുത്രനെ ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ച് മാറോട് ചേർക്കുന്ന ഒരു വലിയ സ്നേഹം. ധൂർത്തൻ ഞാനായിരുന്നു, ആത്താതൻ ദൈവമായിരുന്നു. ധൂർത്തൻ ഞാനായിരുന്നു, ആത്താതൻ ദൈവമായിരുന്നു. പിതൃവാത്സല്യം അലിവോടെ എന്നെ വഴി നോക്കി നിൽക്കയായിരുന്നു. പിതൃവാത്സല്യം അലിവോടെ എന്നെ വഴി നോക്കി നിൽക്കയായിരുന്നു. പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കാം. എന്തോരം പാപവും എന്തോരം തിന്മകളും നമ്മൾ ദൈവത്തിനെതിരെ ചെയ്തു.
ശിക്ഷിക്കാനായിരുന്നെങ്കിൽ ഏതെല്ലാം തരത്തിൽ നമ്മളെ ശിക്ഷിക്കാമായിരുന്നു. അതൊന്നും ചെയ്തില്ല ദൈവം. ഇപ്പോഴും ഏതവസ്ഥയിലും നമ്മളെ മാറോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം. ദൈവത്തെ വിട്ടകന്ന് നമ്മൾ ഓടിപ്പോകുമ്പോൾ, വീണ്ടും മടങ്ങി ചെല്ലുമ്പോൾ, പാപത്തിൻ്റെ പന്നിക്കുഴിയിൽ നിന്ന് കയറി ചെല്ലുമ്പോൾ നെഞ്ചോട് ചേർക്കും ഈ പിതാവ്. അപ്പൻ്റെ മാറോട് തല ചായ്ക്കുമ്പോൾ അപ്പൻ പറയും, കരയേണ്ട മകനെ, നീ എൻ്റെ മകനാണ്, നീ എൻ്റെ മകളാണ്. ഈ ഒരു സ്നേഹം നമുക്കൊന്ന് അനുഭവിക്കാം. ഈ ദൈവത്തോടൊന്ന് ചേർന്ന് നിൽക്കാം നമുക്ക് ഈ നിമിഷം. കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ. കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ. തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ. തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ. എൻ്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. എൻ്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ. കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ. ഏറ്റവും പ്രിയമുള്ള ദൈവത്തിൻ്റെ പ്രിയജനമേ, ഇപ്പോൾ അനുഭവിക്കുന്നതും ഇനി അനുഭവിക്കാനുള്ളതുമൊക്കെ ദൈവസ്നേഹത്തോട് നമ്മൾ ചേർത്ത് വയ്ക്കണം. വന്നതൊക്കെ നല്ലതിന്, വരാനുള്ളതും നല്ലതിന് എന്ന് വിശ്വസിക്കണം. നിൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയ വഴികളൊക്കെ നമ്മളത് മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്തെല്ലാം തെറ്റുകൾ ചെയ്ത് നമ്മൾ കടന്നുപോയി, എന്നിട്ടും ഇത്രമാത്രം സ്നേഹത്തോടെ പരിപാലിക്കുകയും ജീവിതത്തിൽ ഇത്രയും ആയുസ്സ് തന്ന് നമ്മളെ കാത്തു പരിപാലിക്കുകയും ചെയ്ത ദൈവത്തോട് എങ്ങനെയാണ് നമ്മൾ നന്ദി പറയുക? പ്രിയമുള്ളവരെ, ഒത്തിരി ഈ ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. സ്നേഹിക്കാൻ മാത്രമേ അവിടത്തേക്ക് അറിയൂ. നിന്റെ ജീവിതത്തിലെ രോഗവും ദുഃഖവും ദുരിതവും ഒന്നും ദൈവശിക്ഷയായി കാണരുത്. ഒരിക്കൽ മഞ്ഞളിയച്ഛൻ പറഞ്ഞതൊരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അച്ഛൻ ബൈക്കിൽ നിന്ന് വീണ് തോളല്ലൊടിഞ്ഞ് ബോധരഹിതനായ ആശുപത്രിയിൽ കിടക്കുമ്പോൾ ബോധം തെളിഞ്ഞ അച്ഛൻ കാണുന്നത് അച്ഛൻ കിടക്കുന്ന ബെഡിന് നേരെ ഓപ്പോസിറ്റ് ക്രൂശിത രൂപം, കർത്താവിനെ ക്രൂശിൽ തറച്ച രൂപം. അപ്പം അച്ഛൻ ഒത്തിരി വേദനയിൽ കർത്താവിനോട് പറഞ്ഞു, നീ എന്നോട് ചെയ്തത് വളരെ മോശമായിപ്പോയി. കാരണം ഞാൻ ഈ കൈ കൊണ്ട് എത്രയോ കുഞ്ഞുങ്ങളുടെ മാമോസ നടത്തിയിരിക്കുന്നു, എത്രയോ പേരുടെ കല്യാണം നടത്തിയിരിക്കുന്നു, എന്നിട്ടും നീ എന്നോട് ഇത് ചെയ്തത് വളരെ മോശമായിപ്പോയി എന്ന് പറഞ്ഞു. അച്ഛൻ പിന്നീട് ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് അച്ഛനോട് പറഞ്ഞു, മകനെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്കിങ്ങനെ കിടക്കേണ്ടി വന്നത്? അച്ഛൻ പിന്നീട് പറഞ്ഞത്, അതിൽ പിന്നെ ഞാൻ കർത്താവിനോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ജീവിതത്തിൽ ഇതെല്ലാം സഹിച്ച് നമ്മളെ സ്നേഹിച്ച ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെറിയ പരാജയങ്ങളും വേദനകളും ഒക്കെ വരുമ്പോൾ ഒക്കെ ശിക്ഷയായി നമ്മൾ കണക്കാക്കുകയാണ്. പ്രിയമുള്ളവരെ, ശിക്ഷയല്ല, വേദനകളിലൂടെ ദൈവത്തെ അറിയാനുള്ള വലിയൊരു അനുഭവമാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുക. ലാസർ മരിക്കുമെന്നും ചെയ്യുമെന്നും ഒക്കെ കർത്താവിന് അറിയാമായിരുന്നു.
എന്നിട്ടും കർത്താവ് ഇതെല്ലാം അറിഞ്ഞിട്ടും മരിച്ച 3 ദിവസം കഴിഞ്ഞാണ് അവിടെ എത്തുക. എന്നിട്ടും കർത്താവ് അവനെ സ്നേഹിച്ചില്ലേ? ഉയർപ്പിച്ച് സ്നേഹിച്ച കർത്താവ്. ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറഞ്ഞ ഇതാണ്. ഒരുപക്ഷെ മരണത്തിൻ്റെ വക്കോളം എത്തുമ്പോഴും വേദന കൊണ്ട് നമുക്ക് താങ്ങാതാവുമ്പോഴും അവിടത്തോട് ചേർന്ന് നിൽക്കണം. ദിവ്യകാരുണ്യ സന്നിധിയോട് ചേർന്ന് നിൽക്കണം. വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കണം. സഭയോട് ചേർന്ന് നിന്ന് ദൈവത്തെ സ്നേഹിക്കണം. ഓരോ ദിവസവും വിശുദ്ധ കുർബാനയിലൂടെ വലിയ സ്നേഹമായി ഒഴുകിയിറങ്ങി വരുന്ന ഒരു ദൈവമാണ്. അവനെ സ്വീകരിച്ച് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് പറയും, കരയണ്ട, നിൻ്റെ എല്ലാ വേദനകളും എനിക്കറിയാം, നിൻ്റെ എല്ലാ ദുഃഖങ്ങളും എനിക്കറിയാം. ഞാൻ നിന്നെ മാറോട് ചേർത്ത് അണയ്ക്കും. ഈ വേദനയൊന്നും തിന്മയ്ക്കല്ല, എല്ലാം നന്മയ്ക്കാണ്. കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ. കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ. തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ. തളരല്ലേ, ഞാൻ നിന്നെ താങ്ങില്ലേ. എൻ്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. എൻ്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ. കരയല്ലേ, നീ എൻ്റെ മകനല്ലേ, നീ എൻ്റെ മകളല്ലേ. പ്രിയമുള്ളവരെ, വേദനകൾ ദൈവത്തിൽ നിന്ന് അകനാലുള്ളതല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കാനാണ് എന്ന് മനസ്സിലാക്കി എല്ലാവരും, നിങ്ങളെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരും ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പിയർ 4:19 തിരുവചനത്തിൻ്റെ ശക്തിയിൽ ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തുവിലൂടെ നിങ്ങളെല്ലാവരെയും ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇത് ശ്രവിക്കുന്ന എല്ലാ മക്കളെയും ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. അവരുടെ വേദനകളിലേക്ക് നീ കടന്നു ചെല്ലണമേ, ആശ്വാസം നൽകണമേ. നിന്നെ പഴിക്കുന്നവരെയും ഇന്ന് നീ കടന്നു ചെന്ന് സ്നേഹിക്കണമേ, മാറോട് ചേർത്ത് പിടിക്കണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വചനത്തിൻ്റെ ശക്തി അയച്ച് ദൈവസ്നേഹം കൊണ്ട് നിറച്ച് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന